ഹലോ. അനസാ, നീ ഇപ്പോൾ എവിടെടാ? അതെ, ഹോസ്പിറ്റലിലാ. എന്തേ? ആരാ? ഭാര്യ പ്രസവിച്ചോ? ആ, അത് ശരി. ഓപ്പറേഷൻ നടന്നോ? ആ ആ ആ ആ. എന്നിട്ട് ആ എടാ അതൊക്കെ ഈ പണ്ടത്തെ പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ വീടുകളിലായിരുന്നല്ലോ. പക്ഷെ അതിനപ്പേ അന്നൊക്കെ ഇതുപോലെ ഡോക്ടർമാരും നേഴ്സുമാരൊന്നും ഇല്ലായിരുന്നു. അന്ന് ഒരു തള്ള വരും, ചക്കിത്തള്ള. അപ്പോൾ അവരെ മൂന്നാല് പേര് കൂടി ഒരു കസേരയിൽ ഇരുത്തി വീട്ടിൽ ചോദിച്ചു വരുമ്പോഴേക്ക് പ്രസവം നടന്നിട്ടുണ്ടാവും. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ഈ വീട്ടിൽ വരുന്നവർക്കേ ബീഡി, ചായ, മുറുക്കാൻ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഈ തള്ള വന്ന സ്ഥിതിക്ക് ഒന്ന് നോക്കിയിട്ട് കാശ് മേടിച്ചിട്ട് അവരങ്ങോട്ട് പോകും. ആ പരിപാടി ഇപ്പോൾ ഡോക്ടർമാരെ ചെയ്യണത്, കാശ് മേടിക്കൽ. എന്താ കാര്യം എന്നറിയോ? പ്രസവത്തിന് സമയം ആകുന്നത് വരെ സ്ത്രീകളെ സമ്മതിക്കില്ല. അതിന് മുന്നേ തന്നെ അവർ സ്കാൻ ചെയ്തിട്ട് പറയും, ആ കൊച്ചിൻ്റെ പൊസിഷൻ മാറിക്കിടക്കാണ്, ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഈ ഇതിൻ്റെ സ്ക്രീനിലുള്ള സ്കാൻ ചെയ്യണേ, അതെങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമല്ലോ. തല തിരിച്ചോ കുത്തിയോ മറിച്ചോ ഒക്കെ വെക്കാം. അപ്പോൾ അവർ കാണിക്കും, എന്താ കണ്ട കൊച്ചിന് കാലം ആയ കാലും മുകളിൽ. അപ്പോൾ കൊച്ചിൻ്റെ ചങ്ങുകളിലൊക്കെ ഇപ്പോൾ പുറത്തേക്ക് കാണും, ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ കുഴപ്പമാണെന്നും പറഞ്ഞ് ഒരു 25,000 രൂപ കെട്ടിക്കോളാൻ പറയും. അങ്ങനെ നമ്മൾ മേടിച്ച് വേഗം കൊണ്ട് പൈസ അടച്ച് അവരപ്പം തന്നെ കയറ്റി ഓപ്പറേഷൻ ചെയ്തെങ്കിൽ അവർക്ക് കാശ് മേടിക്കാൻ പറ്റുള്ളൂ. കുട്ടിയെ പുറത്തെടുക്കും. കുട്ടിയെ പുറത്തെടുക്കുമ്പോഴത്തേക്ക് ആ കുട്ടി ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഡോക്ടറുടെ മുഖത്തേക്ക് കണ്ണും വെച്ചിട്ട് നോട്ടമുണ്ട്. എന്താ നോട്ടത്തിൻ്റെ അർത്ഥം എന്നറിയോ? ഇയാൾക്ക് വേറെ ഒരു ജോലിയില്ലേ, കുറേ കൂടി ഞാൻ ആ ഗർഭപാത്രത്തിൽ കിടന്നേനല്ലോ, എന്നാൽ പിന്നെ നല്ല ആഹാരം കിട്ടിയാലും ഈ കൊതുകിൻ്റെ കടിയും കൊണ്ടുണ്ടാകും. ആ സുഖം ഈ ആസ്പത്രി കിടന്നാൽ കിട്ടുമോ? ഇപ്പം എല്ലാം നശിപ്പിച്ചില്ലേ. എന്നാൽ ഉദ്ദേശിച്ചില്ല ആ പിള്ളേരുടെ നോട്ടം. ആ അതേ, ഇപ്പോൾ സംഭവിച്ചത് പൊട്ടഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. നീയേ ഹോസ്പിറ്റലിൽ നിന്ന് പോരും. അതെ, വരുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ടേ എനിക്കിപ്പോൾ 2 ദിവസമായിട്ട് മഞ്ഞിൻ്റെ തോന്നുന്നു, ചെറിയ ചുമയുണ്ട്. അപ്പോൾ ചുമ കൂടാനുള്ള മരുന്ന് മേടിച്ചിട്ട് വരുമോ? കുറയാനാ? ഇവിടെ കുറയാനുള്ള മരുന്ന് ഇപ്പോൾ എവിടെയുള്ളത്? ഏത് അസുഖത്തിനും നമ്മൾ പറയുമ്പോൾ കൂടാനുള്ള മരുന്ന് വരുള്ളൂ. കുറയ്ക്കാനുള്ള മരുന്നും കുറയാനുള്ള മരുന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ അവരെവിടെ നിന്ന് വരാനാ? ആ എന്താണ് പൈസയാ? പൈസ എത്രയാ? അത് കുഴപ്പമില്ല, അത് നമുക്ക് എന്താ ചെയ്യാം. നീ ഇപ്പം വരുമ്പോൾ മരുന്ന് മേടിച്ചിട്ട് പോരെ കേട്ടോ. ശരി എന്നാൽ.